ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ വീട്ടിലെ വയസ്സായ ഒരാൾ അവിടെ നോക്കി ചോദിച്ചു, തരുണിക, ഇയാൾ ആരാ? അവൾ കോൺഫിഡൻസോടുകൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹീസ് മൈ ഹസ്ബൻഡ്. ഞാൻ ആദ്യമൊന്ന് ഞെട്ടിപ്പോയി. മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങൾ തികച്ചും അന്യരായിരുന്നു. ഇപ്പോഴോ ഞാനൊരു കള്ളക്കഥയുടെ ഭാഗമാകുകയായിരുന്നു. ഒരു മനോഹരമായ കള്ളക്കഥ. ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. കൂടുതലും ചെയ്യുന്നത് പരസ്യങ്ങളാണ്. ചെന്നൈയിലൊരു ഷൂട്ടിന് മുൻപുള്ള ദിവസം പ്രൊഡ്യൂസർ വളരെ ടെൻഷനിൽ എന്നെ വിളിച്ചു. മെയിൻ മോഡൽ ഷീസ് നോട്ട് വെൽ. ഉടൻ പുതിയ ഒരാളെ കണ്ടെത്തണം. ഞാൻ എൻ്റെ പഴയ ഇൻബോക്സ് തുറന്നു. പഴയ പോർട്ട്ഫോളിയോകൾ, മറന്ന മുഖങ്ങൾ, പിന്നീട് തരുണിക. ഫ്ലുവന്റ് ഇൻ 4 languages, 5'7" inches, dusky skin, beautiful hair. She had written to me years ago. I never replied. കാരണം ഇപ്പോൾ ചോദിക്കണ്ട. But that morning, she was perfect. An hour later, confirmed. പിന്നീട് പ്രൊഡ്യൂസർ ഒരു കാര്യം കൂടി ചോദിച്ചു. സാർ പ്ലീസ്, അവർ കൊച്ചി എയർപോർട്ടിലാണ് വരുന്നത്, ഒന്ന് പിക്ക് ചെയ്യാമോ? Stupidly, I said yes. I usually drive alone to shoots. ഞാനും എൻ്റെ പ്ലേലിസ്റ്റും എൻ്റെ ചിന്തകളും മാത്രം. But that day, I thought maybe a little conversation wouldn't hurt. She walked out of arrivals. No makeup. അത് ആവശ്യമില്ല എന്ന് തോന്നി. There was a quiet strength in her, like someone who'd weathered many storms and no longer felt the need to explain herself to the rain. നിൽ സംസാരിച്ചു തുടങ്ങി. അഭിനയം, സ്വപ്നങ്ങൾ, പരാജയങ്ങൾ, അങ്ങനെ പലതും. This role means a lot to me, she said. As we crossed into Tamil Nadu, ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൾ ചോദിച്ചു, Can we stop? Just 5 minutes. ഞാനൊരു ചെറിയ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു. She said, ഇവിടെ ചെറുപ്പത്തിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നു. Dad was a bank officer. We used to share a house here with a Tamil family. I was in 8th grade. പഴയ നശിച്ചു തുടങ്ങിയ ഒരു വീടിൻ്റെ മുൻപിൽ വണ്ടി നിർത്തി. അവളൊരു വലിയ ഡോറിൽ മുട്ടി. ഒരു മധ്യവയസ്കൻ വാതിൽ തുറന്നു. അദ്ദേഹം ചോദിച്ചു, ആരാ? മനസ്സിലായില്ല. ചിരിച്ച മുഖവും ഓർമ്മകൾ നിറഞ്ഞ മനസ്സുമായി അവൾ പറഞ്ഞു, நாங்கள் இங்கேதான் இருந்தோம். என் அப்பா ராதாகிருஷ்ணன் ஐயா. അത് കേട്ടപ്പോൾ അയാളുടെ മുഖഭാവം മാറി. He said, Oh, താരുണിക, ബാങ്ക് ഓഫീസറുടെ മകൾ. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. She moved through the house slowly, touching the walls, breathing in the past. അവളുടെ കണ്ണുകളിൽ ആ ഓർമ്മകൾ കാണാമായിരുന്നു. വീടിന്റെ ഉള്ളിൽ നിന്നും വയസ്സായ ഒരു വൃദ്ധൻ പതുക്കെ നടന്നു വന്നു. ആദ്യം തരുണികയെ നോക്കി ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതാരാ? She smiled, steady and calm, and said, My husband. I played along. എനിക്ക് കാര്യം മനസ്സിലായില്ല, എന്നാലും കൂടെ നിന്നു. രണ്ടുപേരും എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. Dusty memories floated back. ചുമരിൽ ഒരു ഫോട്ടോ കണ്ട് അവൾ അങ്ങോട്ട് നടന്നു. എന്നിട്ട് ചോദിച്ചു, சூர்யா எங்க? വൃദ്ധന്റെ മുഖഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ പേര് ഇവിടെ പറഞ്ഞു പോകരുത്, he shouted. അവൻ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾക്ക് അവൻ എന്നേക്കും മരിച്ചു. തരുണിക മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു. Suddenly, the old man hurled a glass at the wall. It shattered. So did the silence. അവൻ ഞങ്ങളുടെ പെരുമയെ തകർത്തു, അഭിമാനത്തെ നശിപ്പിച്ചു. അവൻ ഞങ്ങൾക്ക് മരിച്ചു. ഈ വീട്ടിൽ അവൻ എന്നേക്കും മരിച്ചതായി തന്നെ തുടരും. I didn't understand everything. പക്ഷേ ആ വീട്ടിലെ സൂര്യയോടുള്ള എതിർപ്പ് എനിക്ക് മനസ്സിലായി. തരുണിക ഒന്നും മിണ്ടാതെ നിന്നു. She bowed, took his blessing and turned to leave. അയാൾ നിശബ്ദമായി പറഞ്ഞു, പാരു ഉണ്ണ തരുണിക
நீ நினைச்சதெல்லாம் அடைஞ்சுட்டா. ஆனா சூர்யாவை பாரு, என்ன அவமானம். சூர்யாவுக்கு என்ன நடந்ததுன்னு நான் கேட்கவில்லை. ஆனா அவர் சந்தோஷமா இருப்பாருன்றதுல எனக்கு உறுதி இருக்கு. ബാക്ക് ഇൻ ദ കാർ അവൾ ഫോൺ സ്ക്രീനിലെ ഫോട്ടോ തന്നെ നോക്കിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് അവനോട് പ്രണയമുണ്ടായിരുന്നോ? അവൾ മൗനമായി തലകുലുക്കി. യെസ്, എൻ്റെ ജീവിതത്തിൽ ആരെക്കാളും കൂടുതലായി, അവൾ പറഞ്ഞു. ദെൻ ഷി ടേൺ ടു മീ. ഒരു കാര്യം പറയണമെന്നുണ്ട്. നീ എന്നെ വെറുക്കരുത്. ഐ വാസ് കൺഫ്യൂസ്ഡ്. ഷീ ഹെസിറ്റേറ്റഡ്, took her time, then said it. That photo of Surya, that was me. That boy. That boy was me. I was born a boy. I was born a boy. ഞാൻ ജനിച്ചത് ഒരു ആണായിട്ടാണ്, സൂര്യയായി. When I told my family, they couldn't take it. ഞാൻ വീട്ടുകാരോട് സത്യം പറഞ്ഞു. അവർക്ക് സഹിക്കാനായില്ല. അവർ എൻ്റെ കൂടെ നിന്നില്ല. പകരം അവൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഞാനൊരു ദിവസം വീട് വിട്ടുപോയി. അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മുംബൈയിലെ കടുത്ത പീഡനങ്ങൾ ഞാൻ നേരിട്ടു. ശസ്ത്രക്രിയയും അതിൻ്റെ വേദനയും ഞാൻ അതിജീവിച്ചു. അങ്ങനെ ഞാനായി. എൻ്റെ പഴയ പരസ്യങ്ങളിൽ നിന്നുള്ള മറന്നുപോയ വരികൾ ഞാൻ അവളോട് പറഞ്ഞു. നീ ശക്തിയുടെ പ്രതീകമാണെന്ന് അവളെ ഓർമ്മിപ്പിക്കാൻ. അവൾ പുഞ്ചിരിച്ചു. പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു കുഞ്ഞുകുട്ടി തൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയ പോലെ. Because I hid my identity, did I lose the role? Unless you can't act, you've already won it. நாளை நன்றாக இருக்கும் என்று கண்ணீர் இருந்தாலும் மழை பெய்ததும் வானவில் வரும் நாளை நிச்சயம் நன்றாக இருக்கும். നാളെ നன்றாக இருக்கும். ഞാൻ ചോദിച്ചു, എന്തിനാണ് തരുണിക? അവൾ ചിരിച്ചു. തരുണിക ഒരിക്കൽ ആ വീട്ടിൽ താമസിച്ചിരുന്നു. എന്നെക്കാട്ടിലും 10 മടങ്ങ് അവർ അവളെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ അവളുടെ പേരെടുത്തത്. ദീപം പോലെ വിടിയും ഉനക്കാഹ ഉന്നുൾ ഇരിക്കുന്നത് ഒരു സൂര്യൻ പൊങ്കും അന്ത ഒളിயை മറക്കാതെ. തരുണിക entered, steady, luminous, beautiful. അവളെ പിന്തുടരുന്നത് 2 നിഴലുകൾ. One from the boy she was, one from the woman she became. She wasn't there to impress, but to be, not reborn. Remembered, a name reclaimed, a truth revealed. അവൾ പറഞ്ഞു, ഞാനാണ് തരുണിക. ലോകം അവളെ ആദ്യമായി കാണുന്നത് ആ ദിവസമായിരുന്നു. தொடுப்பில்